നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം തിരുലിഖിതം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. ഇതാ കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് സിംഹക്കുട്ടിയെ പോലെ ഉണരുക എന്നതിനെക്കുറിച്ചാണ്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം. പ്രവർത്തനങ്ങളിൽ അവൻ ഒരു സിംഹത്തെ പോലെയായിരുന്നു. ഇരയ്ക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെ അവൻ അധർമ്മികളെ തെരഞ്ഞു പിടിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുന്ന നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയുവിൻ. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് വളരെയേറെ ടെൻഷനും പിരിമുറുക്കവും ഭയവും അനുഭവപ്പെട്ടിരുന്നു. ഞങ്ങൾ സ്ഥിരമായി ഷാലോം ടി വിയിലെ അഭിഷേകാഗ്നി ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബമാണ്. എൻ്റെ വേദന അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല റിസൾട്ട് തരികയാണെങ്കിൽ കത്തെഴുതി അറിയിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. അത്ഭുതമെന്ന് പറയട്ടെ, റിസൾട്ട് വന്നപ്പോൾ 98% മാർക്കോടെ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. 98% നല്ല റിസൾട്ടോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആ എളിയ പൈതലിനെ കർത്താവ് കൈകൾ നീട്ടി, കൈകൾ തുറന്നങ്ങോട്ട് അനുഗ്രഹിച്ച്. പ്രിയ ദൈവ പൈതലെ, ഇന്നൊരു ഞെരുക്കത്തിലോ ഒരു കുരുടായി പോയ അവസ്ഥയിലോ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിലോ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് കരം തുറന്നാൽ എല്ലാവരുടെ മേലും സന്തോഷം കൊണ്ട് നിറയും. 145-ാം സങ്കീർത്തനത്തിലെ 16-ാം തിരുലിഖിതം. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. രോഗികൾ ആ രോഗക്കിടക്കയിൽ കിടന്ന് സ്തുതിക്കട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളിരിക്കുന്നവർ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ കൈകൾ വെച്ച് മാറ്റി കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി, യേശു നാമത്തിൻ്റെ അത്ഭുത ശക്തി, യൂദാ വംശത്തിലെ സിംഹത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിന് മേൽ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ലൂക്കായുടെ സുവിശേഷം 6:19. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യാക്കോബ് 5:15. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. ഈ വചനശക്തി ഇപ്പോൾ രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 16-17
17 തിരുലിഖിതങ്ങൾ. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഇപ്പോൾ ഇത് അന്വർത്ഥമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കുഞ്ഞുങ്ങൾ അത്ഭുതങ്ങൾ കാണട്ടെ കർത്താവേ. യുവതിവാക്കന്മാരുടെ മേൽ കൃപ നിറയട്ടെ കർത്താവേ. അന്ധകാര കോട്ടകളെ യേശുനാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. ഹല്ലേലൂയ. സിംഹക്കുട്ടിയെ പോലെ ഉണരുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകരുടെ കുടുംബങ്ങളിലും ശുശ്രൂഷ ജീവിതത്തിലും പങ്ങിപ്പരുങ്ങി നടക്കുന്ന തരത്തിലുള്ള ചില രീതികളും ചില സ്വഭാവങ്ങളും കാണുകയാണ്. ഒരു പ്രത്യേക തരത്തിലൊരു പതുക്കം, ഒരു ഒതുക്കം, ഒരു തീഷ്ണതയുടെ കുറവ് പ്രാർത്ഥനകളിൽ കാണുകയാണ്, ശുശ്രൂഷകളിൽ കാണുകയാണ്. എല്ലാ സ്ഥലത്തും ഒരു പ്രത്യേക മന്ദത ചിലരെ ഉപദ്രവിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്നാണോ വിചാരിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പം എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത്? ബൈബിൾ പഠിക്കുമ്പം എങ്ങനെയെങ്കിലും ബൈബിൾ പഠിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത്? ഉപവസിക്കുമ്പം എങ്ങനെയെങ്കിലും ഉപവസിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത്? ആത്മീയ കാര്യമാണോ? പൗരുഷം വേണം. നല്ല തീഷ്ണതയോടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യണം. ഒരു ഉദാഹരണം ബൈബിളിൽ കാണുന്നുണ്ട്. മക്കബായരുടെ 1-ാമത്തെ പുസ്തകം എടുക്കുക. അതിൽ 3-ാമത്തെ അധ്യായം. എല്ലാവരും ബൈബിൾ തുറന്നുകൊള്ളുക. ഭവനത്തിൽ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ഭവനത്തിൽ ബൈബിൾ തുറന്ന് കൂടെ ബൈബിൾ പഠിച്ച് മുമ്പോട്ട് പോവുക. ബൈബിളിൽ 1 മക്കബായർ 3-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള തിരുലിഖിതങ്ങൾ. അതിൽ 4-ാമത്തെ വാക്യത്തിൽ യൂദാസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ പ്രവർത്തനത്തിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നു. അവൻ ഒരു സിംഹക്കുട്ടിയെ പോലെ, ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ അവൻ അധർമ്മികളെ തെരഞ്ഞു പിടിച്ച്, ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ ഉണർവ് വേണം, ഒരു തീഷ്ണത വേണം. ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴും അങ്ങനെ തന്നെ വേണം. ഒരു ആത്മീയ കാര്യത്തിന് പുറപ്പെടുമ്പോൾ അങ്ങനെ തന്നെ വേണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിൽ എന്നെ വളരെ സ്നേഹിക്കുന്നൊരച്ഛൻ, ആ അച്ഛൻ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നൊരു കാര്യം, വേറെ ആരും അറിയാതെ അച്ഛൻ ചില സംഭവങ്ങൾ ചെയ്യും. ഒരു ദിവസം അച്ഛൻ ചെയ്തതെന്താ വെച്ചാൽ, ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനത്തിന് ഞാൻ അവിടെ നിന്ന് എപ്പോൾ പുറപ്പെട്ടോ അപ്പോൾ ഭക്ഷണം നിർത്തി, എന്നിട്ട് വെറും വെള്ളം മാത്രം കുടിച്ചിരിക്കുക. എന്നിട്ട് എന്നാണോ ഞാൻ തിരിച്ചു വരുന്നത്, ചിലപ്പോൾ ഞാൻ 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വരും, ചിലപ്പോൾ 1 ആഴ്ച കഴിഞ്ഞ്. എന്നാണോ തിരിച്ചു വരുന്നത് അന്നേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉപവാസത്തോടെ ഇരിക്കുക. ഒരു നേരമല്ല, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, എന്നാണോ അച്ഛൻ വരുന്നത് അന്നേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു വേദന, ആ ഒരു ത്യാഗം, ആ ഒരു പരിത്യാഗം കാഴ്ചവെച്ച് ഒരു സിംഹക്കുട്ടിയെ പോലെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു എളിയ കർത്താവിൻ്റെ പൈതലിനെ കാണുവാൻ ഈ ജീവിതകാലത്ത് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ അച്ഛൻ്റെ ശുശ്രൂഷയിൽ കാണുന്ന പ്രത്യേകത എന്താണെന്നറിയോ? അച്ഛൻ വെറുതെ അതരം തുറന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അച്ചട്ടായിട്ട് നടക്കുകയാണ്. ഒരു ദിവസം സഹിയോൻ ധ്യാനകേന്ദ്രത്തിലെ ഒരു സ്റ്റാഫ്, ഒരു ജോലിക്കാരി, ആ കുടുംബത്തിലെ 10-20 വർഷമായിട്ടുള്ള ചില ഞെരുക്കം അച്ഛനോട് പറഞ്ഞ്, ഇതാ ശ്വാസമുട്ടലാണ്, വലിവാണ്, മെഡിക്കൽ സയൻസിൻ്റെ ചികിത്സ ഒന്നും ഫലിക്കുന്നില്ല, വീട്ടിൽ കിടന്ന് കുട്ടി വിഷമിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മാറിയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ ചെല്ലേണ്ട ആവശ്യം വന്നില്ല. ആ ജോലിക്കാരി കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഫോൺ വന്ന്, ഇതാ കുട്ടി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഇതാണ് സിംഹക്കുട്ടിയെ പോലെ, ഇരയ്ക്കായി അലർന്ന സിംഹക്കുട്ടിയെ പോലെ കർത്താവിൻ്റെ സന്നി ഉണർന്നാൽ ദൈവശക്തി വ്യാപരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ദൈവ പൈതലിനെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. മത്താത്തിയാസിൻ്റെ പുത്രൻ മക്കബേയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു. സഹോദരന്മാരും പിതാവിൻ്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു. അവൻ ഉത്സാഹത്തോടെ ഇസ്രായേലിന് വേണ്ടി പോരാടി. അവൻ ജനത്തിൻ്റെ കീർത്തി പരത്തി. മല്ലനെ പോലെ മാർക്കവചം ധരിച്ച്
ആയുധമേന്തി അവൻ യുദ്ധം ചെയ്ത് വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു. ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ അവൻ അധർമ്മികളെ തെരഞ്ഞു പിടിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിക്കുക. ഇന്ന് ആത്മീയ കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കാട്ടിക്കൂട്ടി അങ്ങനെ മടുത്ത് ചതഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് ദൈവശക്തി പ്രകടമാകാത്തത്. വെടിപ്പോട് ശുദ്ധിയോട് തീഷ്ണതയോട് ചെയ്യാൻ പറ്റുമോ? ദൈവശക്തി അവിടെ ഇറങ്ങും, വിശ്വാസം അവിടെ ജ്വലിക്കും, അത്ഭുതങ്ങൾ അവിടെ കാണും. കർത്താവിൻ്റെ ആത്മാവ് മഹാപ്രവാഹം പോലെ ആ ജനത്തിൻ്റെ മേൽ പ്രവഹിക്കുന്നത് കാണാൻ ദൈവം ഇടവരുത്തും. ഒരു ഉണർവ്, ഒരു തീഷ്ണത ശുശ്രൂഷകളിൽ, പ്രാർത്ഥനകളിൽ, ആത്മീയതയിൽ, വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങൾ എടുക്കുക. വെളിപാട് 3, 14, 15 തിരുലിഖിതങ്ങൾ. അവിടെ ലവോദിക്കയിലെ സഭയുടെ ദൂതന് സ്വർഗത്തിൽ നിന്ന് ഒരു മെസ്സേജ്, സ്വർഗത്തിൽ നിന്നൊരു സന്ദേശം, സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ ഒരു ദൂത് കൊടുക്കുകയാണ്. വായിക്കാം. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, ഒരു സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു തേങ്ങലല്ലേ ഇത്? നിന്റെ കുടുംബത്തെക്കുറിച്ച് ഇന്ന് കർത്താവ് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് ഇതുപോലൊരു തേങ്ങലുണ്ടോ? നിന്റെ കർത്താവിന് നിന്റെ ആത്മീയ വ്യക്തിപരമായ ആത്മീയ ജീവിതം കാണുമ്പോൾ നിന്നെക്കുറിച്ച് ഇതുപോലെ വേദനിക്കേണ്ട ഒരു അന്തരീക്ഷം ഉണ്ടോ? നിന്റെ പ്രാർത്ഥന കാണുമ്പോൾ, ദേവാലയത്തിലേക്ക് നിന്റെ പോക്ക് കാണുമ്പോൾ, നീ കുർബാനയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ, നിന്റെ ജപമാല അർപ്പണങ്ങൾ കാണുമ്പോൾ, നിന്റെ ബൈബിൾ വായന കാണുമ്പോൾ, നിന്റെ കർത്താവിനുള്ള സ്നേഹം കാണുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ കാണുമ്പോൾ, കർത്താവിൻ്റെ ഒരു ശിഷ്യന നിലയിലുള്ള നിന്റെ പെരുമാറ്റം കാണുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് ലവോദിക്കയിലെ സഭയെക്കുറിച്ച് തേങ്ങലോടെ സംസാരിച്ചതുപോലെ വ്യതയോടെ സംസാരിക്കാൻ മകനെ, മകളെ, ഇടവരുമോ? ചൂടുണ്ടോ? എരിവുണ്ടോ? ശുഷ്കാന്തിയുണ്ടോ? ഇപ്പൊ തന്നെ എങ്ങനെയാ നിങ്ങളുടെ ഇരിപ്പ്? ചിന്തിച്ച് നോക്കിക്കേ. ഒരു ആത്മീയ പൈതലിന് ചേർന്ന് ഇരിപ്പാണോ ഇത്? ഒരു ഉണർവിൻ്റെ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോ? ഒരു തീ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. അല്പം ഒരു തീ ആവശ്യമാണ്. ഒരു ശുഷ്കാന്തി, ഒരു ഉണർവ് ആത്മീയ കാര്യങ്ങൾക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള സംഗതി. ഇത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നമ്മൾ ബലിയർപ്പിക്കുമ്പോഴാണെങ്കിലും, നമ്മൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോഴാണെങ്കിലും, നമ്മൾ രാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴാണെങ്കിലും, നമ്മൾ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും, വേണ്ട വചനം കേൾക്കാൻ ഇരിക്കുമ്പോൾ പോലും ഒരു തീയുടെ അനുഭവത്തിൽ, ഒരു ജ്വലിക്കുന്ന അനുഭവത്തിൽ ആത്മീയ കാര്യങ്ങളിൽ പങ്കുചേരണം. ആത്മീയ കാര്യങ്ങളിൽ അലസത നന്നല്ല. ജെറമിയ 48:10 ആത്മീയ കാര്യങ്ങളിൽ അലസനായവൻ ശബ്ദൻ, കർത്താവിൻ്റെ വേലയിൽ അലസതയോടെ ചെയ്യുന്നവൻ ശബ്ദൻ, ശപിക്കപ്പെട്ടവൻ. ആ ഒരു ശാപം പേറുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്: തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു എളിയ പൈതലിനെ കുറിച്ച് കേട്ടു. അദ്ദേഹത്തെ അച്ഛൻ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്തെന്താണെന്നറിയോ? 100 തവണ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ഒരു ഗോപുരമായി മാറിയിട്ടാണ് കൗൺസിലിങ്ങിന് പോയിരുന്നത്. വളരെ പ്രകടമായ അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചൊരിഞ്ഞു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശക്തി ആദിമ സഭയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കർത്താവിൻ്റെ ശക്തി അസ്തമിച്ചു എന്ന് ചിന്തിച്ച് വശാകരുത്. നീ ഞാൻ ഈ എരിവോടുകൂടി കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്യുന്നുണ്ടോ? അവിടെ കർത്താവിൻ്റെ ശക്തിയുണ്ട്. ഇത് നിസ്സംശയമായ നിസ്തർക്കമായൊരു സംഗതിയാണ്. ജെറമ്യായുടെ പുസ്തകത്തിൽ ദൈവം എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ വേലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം പറയണത് തീ കത്തുന്നത് പോലെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യണം.
ജെറമ്യാ പ്രവചനത്തിൽ 23-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്ക് തമ്മിൽ എന്ത് പൊരുത്തം? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂളം പോലെയുമല്ലേ. ഒരു വചന ശുശ്രൂഷകൻ തമാശ കളി, കുട്ടിക്കളി കാണിച്ച് നടക്കരുത്. ജെറമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നു, അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നി പോലെയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി വിറകിനെ വിഴുങ്ങിക്കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു എരിവുള്ള ശുശ്രൂഷ ആഗ്രഹിക്കുന്നു. ദൈവം ഒരു എരിവുള്ള ജീവിതം ആഗ്രഹിക്കുന്നു. ഒരു ശുഷ്കാന്തി, ഒരു ഉണർവ് ഈ കാര്യങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 സാമുവേൽ 17-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചു ബാലൻ സാവൂൾ രാജാവിന് മുമ്പിൽ ആനയിക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ സാവൂൾ രാജാവ് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെക്കുറിച്ച് തന്നെ ദാവീദ് സാവൂൾ രാജാവിനോട് പറയുന്നൊരു ഭാഗമാണ് 1 സാമുവേൽ 17-ാം അധ്യായം 34-ാം തിരുലിഖിതം. പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും. അവ എന്നെ എതിർത്താൽ ഞാൻ അവയുടെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. അങ്ങനെ അനേകം സിംഹങ്ങളെയും കരടുകളെയും ഈ ദാസൻ കൊന്നിട്ടുണ്ട്. ദാവീദ് രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേല ചെയ്യുമ്പോൾ, ആത്മാക്കളെ നേടാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ, മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ, കുരിശിന് വഴി നടത്തുമ്പോൾ ഇതുപോലൊരു എരിവുണ്ടോ? എൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് വഴി എൻ്റെ പിതാവിൻ്റെ ആടുകളെ തട്ടിക്കൊണ്ടുപോകുന്ന സിംഹം, കരടി അതെല്ലാം പിളർന്ന് അതെല്ലാം കരിഞ്ഞ് ചാമ്പലായി ദൈവജനം വിടുതൽ പ്രാപിക്കണം. ആ ഒരു എരിവ് ഹൃദയത്തിലുണ്ടോ? എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ ഒരു ആത്മാവിൻ്റെ ജലഹത്തിനായി പ്രാർത്ഥിക്കാം. ഓ, ഇന്നലത്തെ തീ, ഇന്നത്തെ ചാരം എഴുന്നേറ്റ് നിൽക്കുക. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, മങ്ങിപ്പോയ തീഷ്ണതയെ വീണ്ടും എരിയിക്കണമേ. 1 മക്കബായർ 3-ാം അധ്യായം 4-ാം വചനത്തിന് അഭിഷേകം നിറയട്ടെ. അവൻ പ്രവർത്തനങ്ങളിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ശുശ്രൂഷകരിലേക്ക് വ്യാപരിക്കട്ടെ, കുട്ടികളിലേക്ക് വ്യാപരിക്കട്ടെ, യുവതി യുവാക്കന്മാരിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 1-ാം തിരുലിഖിതം. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന് വേണ്ടി ഏലിയ ഒരു ആയുസ് മുഴുവൻ ചെയ്ത ശുശ്രൂഷയെ ഒറ്റ വാക്കിൽ, ഒറ്റ സെന്റൻസിൽ ഇതാ ദൈവത്തിൻ്റെ വചനം അവതരിപ്പിക്കുകയാണ്. അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട് പന്തം പോലെ അവൻ്റെ വാക്കുകൾ ജ്വലിച്ചു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ നിമിഷങ്ങളിൽ ഒരു വലിയ അഗ്നി അഭിഷേകം വ്യാപരിക്കണം. യെശയ്യാ 66-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു, അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഇപ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. വലിയ ഭയം, ആകുലത, ടെൻഷൻ, നിരാശ, കുറ്റബോധം, പലതരത്തിലുള്ള ദുർപീഡകൾ, ഇങ്ങനെയുള്ള ഓരോ പീഡകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, ഓരോ തരത്തിൽ സാത്താന്യ പീഡകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ യേശുനാമത്തിൽ വിടുവിക്കുന്നു. തിന്മകളും കോട്ടകളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത.
വീട് അമ്മാടം. ഞാൻ 18 വർഷമായിട്ടും ഒരു സ്ഥലം കച്ചവടം നടന്നതിന്റെ സാക്ഷ്യമാണ് പറയുന്നത്. 18 വർഷമായിട്ടും ഒരു സ്ഥലം കച്ചവടം നടക്കണില്ല, വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ച് കച്ചവടം നടന്നു. അതാണ് പറയാൻ പോണത് അല്ലേ? അതെ. ഞാനും മകളും കൂടെ 2011 ഫെബ്രുവരി മാസത്തിൽ അട്ടപ്പാടിയിൽ പോയി അട്ടപ്പാടി പോയി ഒരാഴ്ചത്തെ ധ്യാനം കൂടി. അന്ന് ഇവിടുന്ന് കുറച്ച് മണ്ണ് കൊണ്ടുപോയി വെഞ്ചിരിച്ചു. ആ മണ്ണ് കൊണ്ടുവന്ന് ഞാൻ തിരിച്ച് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഒരു 12-13 സെന്റ് സ്ഥലം വിറ്റതാ. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 18 വർഷം നിരന്തരമായി പ്രാർത്ഥിച്ചത്. ഈ മണ്ണ് കൊണ്ടുവന്ന് ഞാൻ പറമ്പിലാകെ വെതറി തമ്പുരാനോട് പ്രാർത്ഥിച്ചു. ഇത് വെതറി ആദ്യകാലം കഴിഞ്ഞതിന് മുന്നേ എനിക്കിത് തിരിച്ചു കിട്ടണം. പിന്നെ അട്ടപ്പാടിയിലെ അച്ഛൻ വട്ടായിൽ അച്ഛൻ പറഞ്ഞു, ഞായറാഴ്ച കച്ചവടം മുടക്കിയാൽ നിങ്ങൾക്ക് സമ്പത്ത് യേശു തരുന്നു. അതൊന്ന് വിശദീകരിച്ച് പറയാം. ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിവസമാണ്, സമ്പത്ത് ദിവസമാണ്. അന്ന് ഒന്നും തൊട്ടു പോകരുത്. കടയൊക്കെ അടച്ചിടണം, ബിസിനസ് കൂട്ടിയിടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കച്ചവട സമ്പത്ത് ഇരട്ടിയാക്കി കർത്താവ് തരും. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു കച്ചവടം ഉണ്ട് ഇവിടെ. അത് ഞാൻ മകനോട് വന്ന് പറഞ്ഞു, നമുക്കത് ഞായറാഴ്ച തുറക്കണ്ട. അപ്പൊ അങ്ങനെ തുറക്കാണ്ടിരുന്നപ്പോ അവന് മനസ്സിലൊരു പ്രയാസം തോന്നി. എന്തെങ്കിലും റോളിങ്ങിന് കാശ് കിട്ടണതാ. പക്ഷെ ഈ സ്ഥലം ഞങ്ങൾക്ക് സെന്റിന് 50,000 വെച്ച് തരില്ല എന്ന് പറഞ്ഞ ഉടമസ്ഥൻ എന്നെ ഫോണിൽ കൂടെ വിളിച്ച്, അമ്മച്ചി ബേബേച്ചി ആ സ്ഥലം വാങ്ങിച്ചോ, എനിക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് മോശമാണ്, അതിൻ്റെ പേരിൽ എനിക്ക് സെന്റിന് 50,000 രൂപ തന്നാൽ മതി എന്നും പറഞ്ഞ് ആ സ്ഥലം എന്നെ വിളിച്ച് തീർന്നു തരികയോ, സന്തോഷമായിട്ട് ആ സ്ഥലം എൻ്റെ സ്ഥലത്തിനോട് ചേർന്ന എനിക്ക് 2.5 ലക്ഷം വില കിട്ടുകയും, അപ്പോൾ എനിക്ക് 10-15 കൊല്ലം എത്ര കൊല്ലം കൂടി കച്ചവടം ചെയ്യണം, ഞായറാഴ്ചത്തെ ലാഭം ഒരു കച്ചവടത്തിന് ദൈവവചനം വിശ്വസിച്ച് വിശ്വാസികൾ അതിന്റെ അനുഭവം കാണുകയാണ്. ഉറക്കെ പറ ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഞായറാഴ്ച കട പൂട്ടിയിടുക, ഷോപ്പ് അടച്ചിടുക, അതിന് നഷ്ടമുള്ള സാരമില്ലല്ലേ മോനെ, നമുക്ക് കർത്താവ് തരും, നമുക്ക് തരാനുള്ളത് വഴി മുടങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശം മോനങ്ങൾ കൊടുത്ത് ആ മോൻ നല്ല ദൈവകൃപയുള്ള കുട്ടി അമ്മ പറഞ്ഞപ്പോ അതേമാതിരി കേട്ട്. അതുകൊണ്ട് എന്തായി? നല്ല ഉയർച്ചയുണ്ടായി. അതുപോലെ തന്നെ ഈ പറമ്പിൽ മണ്ണ് കൊണ്ടിടുമ്പോ ഞാൻ ആഴ്ചയിലൊരിക്കലും പറമ്പിൽ ഇറങ്ങിയ എവിടെങ്കിലും ഒക്കെ ഒരു പാമ്പിനെ കാണും. അപ്പൊ ഈശോട് പറഞ്ഞു, ഈ മണ്ണ് വിതയ്ക്കുമ്പോ എന്റെ പറമ്പിൽ നിന്ന് എവിടേക്കെങ്കിലും ഒക്കെ ഈ പാമ്പുകൾ പൊക്കോട്ടെ. എനിക്ക് ഈ പാമ്പിനെ കണ്ട ഭയങ്കര പേടിയാണ്. നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് പാമ്പിനെ കണ്ട ഭയങ്കര പേടി. എവിടേക്കെങ്കിലും പോകുന്നു ഈശോട് അത് ആട്ടി പായിക്കാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തില് ധ്യാനം കൂടി വന്ന് ഈ ഡേറ്റിനുള്ളില് പാമ്പിനെ കണ്ടിട്ടില്ല. ഇതാണ് അമ്മച്ചി എന്ന് പറഞ്ഞത്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇതേമാതിരി വീര്യമുള്ളവരായിരിക്കണം. ഒരു വചനം കേട്ടാൽ അത് വിശ്വസിച്ച് ഞങ്ങൾ സ്വീകരിച്ച് അതിന്റെ ശക്തികളുണ്ടെന്ന് പറയണം. ഞായറാഴ്ച കച്ചവടം ചെയ്യാൻ പാടില്ലാത്ത വചനം കേട്ട് അപ്പൊ തന്നെ സ്വീകരിച്ച് അതിന് ശക്തി കൊണ്ട് നിറഞ്ഞ് അതുകൊണ്ട് എന്തായി? നല്ല ഉയർച്ചയുണ്ടായി. അതുപോലെ വെഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ ശക്തി വന്ന് പറമ്പിന്റെ ബന്ധനങ്ങൾ മാറും എന്നൊരു വചനം, ഒരു ആത്മീയ ഉപദേശം കത്തോലിക്ക സഭയിൽ ഒരു വൈദികൻ നൽകി ധ്യാനത്തിൽ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അത് വിശ്വസിച്ച് എന്നിട്ട് ആ മണ്ണ് കൊണ്ടായിട്ട് ഒറ്റ കഥയ്ക്കലാണ്. ഇനി എന്റെ പറമ്പിൽ എനിക്ക് പാമ്പ് വേണ്ടാന്ന് ഒറ്റ കഥയ്ക്കലാണ്. പിന്നെ ഒറ്റ പാമ്പ് കംപ്ലീറ്റ്. അത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാം വാക്യം അനർത്ഥമായതാണ്. 2 ദിനവൃത്താന്തം 20:20 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. മഹത്വം യേശുവേ, മഹത്വം യേശുവേ, കർത്താവേ കർത്താവേ, മഹത്വം യേശുവേ, കർത്താവേ കർത്താവേ, മഹത്വം യേശുവേ, മഹത്വം യേശുവേ.
Lord Jesus.